ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ നല്ല ദൈവമേ, അങ്ങിലേക്ക് ചൊരിഞ്ഞ എല്ലാ കാരുണ്യത്തെയും എല്ലാ അനുഗ്രഹത്തെയും ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, 2020 കാലഘട്ടത്തിൽ സമ്പൂർണ്ണ ബൈബിൾ 8 മാസം കൊണ്ട് എഴുതി തീർക്കുവാനായിട്ട് അങ്ങ് നൽകിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഏകദേശം 10 മാസങ്ങൾ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പാരായണം പൂർത്തിയാക്കുവാനായിട്ട് അങ്ങ് അനുഗ്രഹിച്ചതിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ വലിയ കൃപാതിരേകത്തെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഇന്നലകളെയല്ല, ഞങ്ങളുടെ ഇന്നിലോട്ടാണ് അങ്ങ് നോക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പാപത്തെ അതെത്ര ചുമന്നിരുന്നാലും അത് തൂവെണ്മ പോലെ ആക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അനുദപിക്കുക, ദൈവത്തിലോട്ട് തിരിച്ചു വരിക. ഒരു ധൂർത്തനായ പിതാവിൻ്റെ ഉപമ പുതിയ നിയമത്തിൽ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിനോട് എൻ്റെ സ്വത്തെനിക്ക് തരിക എന്ന് പറഞ്ഞ് എല്ലാം വിറ്റുപെറുക്കി ദൂരദേശത്തായിരുന്നപ്പോൾ ആ സ്നേഹനിധിയായ, സ്നേഹത്താൽ ധൂർത്തനായ ആ പിതാവ് തൻ്റെ മകൻ തിരിച്ചു വരുന്നതും നോക്കി കാത്തിരുന്ന ആ പിതാവ് മകൻ അകലെ നിന്ന് വന്നപ്പോഴേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കൈകളിൽ മോതിരവും പാദങ്ങളിൽ ചെരുപ്പും ഒക്കെ അണിയിച്ച് ആ ദിവസത്തെ വലിയ ഉത്സവമാക്കി മാറ്റിയ സ്നേഹനിധിയായ പിതാവ്, എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും തിരിച്ചു വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ഒരു പിതാവിനെയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് പോവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് വഴി, സത്യവും ജീവനും എന്ന് അരുളി ചെയ്ത യേശുനാഥ, മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച് ഒരു മനുഷ്യൻ ഏൽക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ നിന്ദനങ്ങൾ ഏറ്റു, ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി അങ്ങ് സഹിച്ചു. മനുഷ്യപുത്രനായിട്ട് അങ്ങ് പിറക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു. ഈ 33 വർഷക്കാലം സത്യത്തിനും നീതിക്കും ദൈവരാജ്യത്തിനും വേണ്ടി നിലകൊണ്ട യേശുനാഥൻ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ദൈവരാജ്യത്തിനു വേണ്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് യേശുനാഥൻ നമുക്ക് കാണിച്ചു തന്നു. സ്വർഗരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, ദൈവത്തോടൊത്തുള്ള ഒരു വാസമാണ്. യേശുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണത്തിലൂടെ നമ്മളും രൂപാന്തരപ്പെടുമെന്ന് അവിടുന്ന് കാണിച്ചു തന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മക്കബായർ പുസ്തകത്തിൽ ആ യോദ്ധാക്കൾ മരിച്ചപ്പോൾ അവർ അന്യദേവൻ്റെ തകിട് അവരുടെ വസ്ത്രത്തിനിടയിൽ വെച്ചതുകൊണ്ടാണ് അവർ മരിച്ചതെങ്കിൽ യൂദാസ് അവർക്ക് വേണ്ടി പണം പിരിച്ച് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് ജെറുസലേമിലേക്ക് അയക്കുന്ന വഴി മരണാനന്തര ജീവിതം, നിത്യജീവനിലോട്ടുള്ള പ്രത്യാശ അവിടെ പകർന്നു തരികയാണ്. നമ്മൾ ഈ ലോകത്തിൽ പ്രവാസികളാണെന്നും ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മൾ ദൈവത്തിലോട്ട് ചേരേണ്ടവരാണെന്നുള്ള
ഉത്തമ ബോധ്യത്തോടു കൂടി ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ ഈ ലോകാരൂപിക്ക് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ മാർഗത്തിൽ ദൈവ ഇഷ്ടപ്രകാരം ചരിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. വചനത്തെക്കുറിച്ച് ദാഹാർത്തരായിട്ട് വചനം എപ്പോഴും വായിക്കുവാനും ആ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, വചനം നമ്മുടെ ഉള്ളിലെ അന്ധകാരം അകറ്റിയിട്ട് നമ്മളെ പ്രകാശപൂരിതരാക്കും. വചനമാണ് നമ്മളെ നിത്യതയിലോട്ട് നയിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മുടെ അനുദിന കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും സന്തോഷത്തോടെ അത് വഹിക്കുവാനും യേശുവിനോടൊപ്പം കുരിശ് വഹിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.